വിദ്യാർത്ഥികളുടെ ഉറച്ച പ്രതിഷേധത്താൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി JNUവിൽ പ്രവേശിച്ചിരുന്നേയില്ല. 1977 സെപ്റ്റംബർ 5 JNUവിലെ 500-ലേറെ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. സമരത്തിന് നേതൃത്വം നൽകുന്നത് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന 25-കാരനായ സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പിൽ തോറ്റ ഇന്ദിരയ്ക്ക് ചാൻസലർ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന മുദ്രാവാക്യവുമായി മാർച്ച് ഇന്ദിരയുടെ വസതിക്ക് മുന്നിലെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. ഒടുവിൽ ഇന്ദിരയ്ക്ക് വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. അടിയന്തരാവസ്ഥ കാലത്തെ കുപ്രസിദ്ധനായ ആഭ്യന്തരമന്ത്രി ഓം മേത്തയും ഒപ്പമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇന്ദിര ചാൻസലർ പദവി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ കുറ്റപത്രം യെച്ചൂരി അവിടെ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ഇന്ദിരാഗാന്ധി ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞു. സാധാരണ പൗരന് തങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരിയുടെ മുമ്പാകെ സ്വരമുയർത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ സംഭവമെന്ന് യെച്ചൂരി പിന്നീട് പറഞ്ഞിട്ടുണ്ട്.